നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. ആൻഡ് ടുഡേ വി ആർ ഇൻ എ പെർട്ടിക്കുലർ ഡിസ്കഷൻ ദാറ്റ് ഈസ് KSന്റെ മെയിൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ സെഷനിലാണ് നമ്മൾ ഇന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ഇന്ത്യൻ PSC. നിങ്ങൾ എല്ലാവരും ഇപ്രാവശ്യത്തെ KSന്റെ പ്രിലിംസ് എല്ലാം എഴുതി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? ഹൗ വാസ് യുവർ എക്സാമിനേഷൻ ജനറലി? ഹൗ വാസ് യുവർ എക്സാമിനേഷൻ ജനറലി എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലൊരു ചോദ്യം നിങ്ങളുടെ മാർക്ക് എത്രയുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറയാനാണ്. സോ ജസ്റ്റ് കമന്റ് യുവർ മാർക്സ് ഗൈസ്. എത്ര മാർക്ക് ഉണ്ട് നിങ്ങൾ നോക്കിയായിരുന്നോ? വിത്ത് പ്രൊവിഷണൽ കീ ആസ് വെൽ ആസ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് കീസ്. There are definitely some deletions are there. Yeah, 91 is the very good. 87, 84, 128, very good. 112, 98, 97, 111. ഓക്കെ, അത്യാവശ്യം നല്ല മാർക്കുള്ള ആൾക്കാരുണ്ട് അല്ലെ? അബവ് 95, 107, ഫൈൻ, 90. യാ, വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് കട്ട് ഓഫിന്റെ ഒരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്കത് ഇൻ ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് KSന്റെ മെയിൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ KSന്റെ മെയിൻസ് നിങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മെയിൻസ് എന്ന് പറയുന്നത് UPSCയുടെ മെയിൻസ് ആണ്. UPSCയുടെ മെയിൻസും KSന്റെ മെയിൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളാണ്, അത് മനസ്സിലാക്കണം. കാരണം നമ്മൾ UPSCയിൽ ചിലപ്പോൾ നല്ല മെയിൻസ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവിടെ അപ്രോച്ച് ടോട്ടലി ഡിഫറെന്റ് തന്നെയാണ്. കാരണം UPSCയിൽ നമ്മൾ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ബോഡിയും ഒരു കൺക്ലൂഷനും എല്ലാ ക്വസ്റ്റ്യനും ഈക്വലി വരുമെന്നുള്ളതാണ് UPSCയിലോട്ട് വരുമ്പോൾ. കാരണം അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് മാനേജ്മെന്റ് നമുക്ക് കിട്ടും. പക്ഷെ വെൻ വി കം ടു ദിസ് പെർട്ടിക്കുലർ ഏരിയ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ആകെ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന എന്താണ്? KSലോട്ട് വരുന്ന സമയത്ത് ആകെ വളരെ ലിമിറ്റഡ് സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഒരു ആൻസർ റൈറ്റിംഗിന്റെ ഒരു ഷീറ്റ് എന്ന് വിചാരിക്കുക. 2020 KS മെയിൻസ് ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കുക, ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനുള്ള സ്പേസ് ഇത്രയാണ്. സേ ലൈക്ക് ഒരു 5 ലൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 6 ലൈൻസ് ഉണ്ടാവും, ഒരു 30 വേർഡ്സ്. അല്ല ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് 3 മാർക്കിന്റെയും അതുപോലെ 5 മാർക്കിന്റെയും ചോദ്യങ്ങളാണ്. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മൾ എക്സാമിനേഷന്റെ സ്ട്രക്ചറും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് 2020 നടന്നിട്ടുണ്ടായിരുന്ന KS മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. അത് നോക്കിക്ക് 26 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻ പേപ്പർ 1. നിങ്ങൾക്ക് അറിയാലോ 3 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ഹൈലി ആൻഡ് ഫുള്ളി റിലേറ്റഡ് ടു ഹിസ്റ്ററി. അത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എല്ലാം കൂടി ചേർത്തിട്ടാണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2ലോട്ട് വരുന്ന സമയത്ത് അതിൽ പോളിറ്റി ഉണ്ട്, സയൻസ് ആൻഡ് ടെക്കിന്റെ പോർഷൻസ് ഉണ്ട്. പേപ്പർ 3ലോട്ട് വരുന്ന സമയത്ത് അതിൽ ഇക്കണോമി ഉണ്ട്, ആസ് വെൽ ആസ് ജോഗ്രഫി ഉണ്ട്. ഇതാണ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ആ സബ്ജക്റ്റുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 മണിക്കൂറിന്റെ എക്സാമിനേഷനിൽ 100 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ടോട്ടലി മെയിൻസ് എത്രയാണ്? 300 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നോക്കിക്കും നിങ്ങൾ 3 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. ഇത് രണ്ടാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ തന്നെയാണ് ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിന്റെ ജനറൽ ഐഡിയയും ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ചോദ്യം നോക്കിക്കേ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ വാസ് പ്രിമൈസ്ഡ് അപ്പോൺ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ. എക്സാമിൻ ഇതാണ് പ്രിലിംസും മെയിൻസും തമ്മിലുള്ള വ്യത്യാസം. പ്രിലിംസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ, വാട്ട് ഈസ് ഇന്ത്യസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ലിങ്കേജുകൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ മെയിൻസ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് മാനേജ്മെന്റിൽ. രണ്ടാമത്തെ ചോദ്യങ്ങൾ നോക്കിക്കേ, ഇന്ത്യൻ റിനേസ റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വുമൺ. ഇറ്റ്സ് എ ജനറൽ ടോപ്പിക്. UPSCയിലൊക്കെ ഇതൊരു 10-15 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഇവിടെ 3 മാർക്കിന് ചോദിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഒരു 5 to 6 ലൈൻസ് ആയിരിക്കും മാക്സിമം. ഈ 5 to 6 ലൈൻസിൽ എങ്ങനെ നിങ്ങൾ ഇത് ആൻസർ ചെയ്യും? അതാണ് ഇവിടുത്തെ ചലഞ്ച്.
KS മെയിൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് നിലവിൽ തന്നിരിക്കുന്ന ഈ സ്പേസ് മാനേജ്മെന്റിൽ എങ്ങനെ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പോകുന്നു. കാരണം നിങ്ങൾക്ക് റെനേസ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ക്യാൻ ബ്രിങ് മോർ പോയിന്റ്സ് അല്ലെ. നിങ്ങളൊന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. ജസ്റ്റ് യൂസ് ദ ചാറ്റ് ബോക്സ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് തോന്നുന്നു എന്ന് നിങ്ങൾ പറ. എന്നിട്ട് ഞാൻ അതിന്റെ ഒരു ഇമ്പാക്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ റെനേസ സെക്കൻഡ് ക്വസ്റ്റ്യൻ റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വുമൺ അനലൈസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും? നിങ്ങൾ പറ ചാറ്റ് ബോക്സിൽ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസസ്. എവ്രിവൺ. ഒന്നും പറയുന്നില്ല എല്ലാവരും. എന്ത് പറ്റി? സബോർഡിനേറ്റ് പൊസിഷൻ ദേ ഗോട്ട് ആൻ ഇൻഡിവിജ്വാലിറ്റി ഫ്രം സ്ലേവറി ലൈക്ക് സദ്യൻ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ അറ്റം ഫ്രീഡം. ഓക്കെ, ഫൈൻ, അത് കുഴപ്പമില്ല. കോൺട്രിബ്യൂഷൻ ഓഫ് ഫെമിനിൻ പേഴ്സൺസ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ പറഞ്ഞത് നമ്മൾ അങ്ങനെ തള്ളി പറയാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റണം. എന്ത് പറയാൻ വേണ്ടി പറ്റും? സദ്യ അബോളിഷ് ചെയ്തു, വിഡോ റീമാരേജ് എൻഹാൻസ് ചെയ്തു, എഡ്യൂക്കേഷൻ കൊടുത്തു. അപ്പൊ അങ്ങനത്തെ ആ പോയിന്റുകൾ ഉണ്ടല്ലോ, തീമുകൾ, അത് വേണം. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് അതുകൂടെ ഒപ്പം മെൻഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് മാറി. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ ഒരു 3-4 പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് പേര് പറയണ്ടാവും. ലൈക്ക് ഏജ് ഓഫ് കൺസെന്റ് ബില്ല് പറയണ്ടാവും, ശാരദ ആക്ട് പറയണ്ടാവും, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പറയണ്ടാവും. ബട്ട് ഈസ് എവറിത്തിങ് പോസിബിൾ ടു ബ്രിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ 5 ലൈൻസ്? ഇല്ല. ആ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് KS നിങ്ങൾ മെയിൻസിൽ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് ആൻസറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഈ 5 വരിയില് ഓക്കെ, ആദ്യം 2 വരി ഇൻട്രൊഡക്ഷൻ എഴുതാം, ഇത് ബോഡി എഴുതാം, പിന്നെ ഒരു വരിയിൽ കൺക്ലൂഷൻ എഴുതാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സമ്മറി. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എല്ലാം കൂടി നിങ്ങൾക്ക് എഴുതി എത്തില്ല. ഇസ് ദാറ്റ് ക്ലിയർ ടു യു ഹൗ യുവർ അപ്രോച്ച് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ദിസ് കേസ് മെയിൻസ്? നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വേണം കേട്ടോ. എന്നാലാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ജനറലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ ടു കമന്റ് ഫ്രം യുവർ സൈഡ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ഫുള്ള് നമുക്ക് ആൻസർ ചെയ്യണം പറ്റി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അത് എഴുതുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നോക്കിക്ക്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പേപ്പർ 1-ൽ നിന്നും 26 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 26 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം വിത്ത് ദ സ്പേസ് ദേ പ്രൊവൈഡ് അക്കോർഡിംഗ് ടു ഈച്ച് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. സാധാരണ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാക്സിമം ഒരു 5 to 6 ലൈൻസ് കിട്ടും. 5 മാർക്സിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു 10 ലൈൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇത് യൂണിഫോം ആയിട്ടല്ല KSന്റെ മെയിൻസിന് 2020 തന്നിട്ടുണ്ടായിരുന്നത്. ഈ 3 മാർക്കിന്റെ ചില ചോദ്യങ്ങളിൽ തന്നെ 15 വരികളുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പേപ്പർ 2-ലും പേപ്പർ 3-ലും. 5 മാർക്കിന് തന്നെ 2 പേജ് വരുന്ന രൂപത്തിലോട്ടുള്ള ഉണ്ടായിരുന്നു എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. സോ ദർ ഇസ് നോ യൂണിഫോമിറ്റി ദാറ്റ് 3 മാർക്കിന് 5 വരിയെ ചോദിക്കൂ എന്ന് പറയാൻ പറ്റില്ല. 3 മാർക്കിന് ചിലപ്പോൾ 10 വരിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് പറയുന്നത് ആൻസർ റൈറ്റിംഗ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഇതിൽ ചലഞ്ച്. KSന്റെ മെയിൻസിലെ ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ ആൻസർ റൈറ്റിംഗ് വിത്ത് പ്രൊവൈഡഡ് സ്പേസ് എന്നുള്ളതാണ്. പ്രൊവൈഡഡ് സ്പേസ് ദാൻ മാർക്ക് എന്തായാലും 3 മാർക്ക് 5 മാർക്കാണ്. അതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടാവില്ലേ, ആ സ്പേസിനെ എങ്ങനെ നിങ്ങൾ ആൻസർ റൈറ്റിലോട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ KSന്റെ ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റിൽ എത്തുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് KS മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ എനിക്ക് തുടക്കത്തിൽ പറഞ്ഞു തരാനുള്ളത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. കാരണം ഞാൻ നിങ്ങൾ അടുത്തൊരു ലെവലിലോട്ട് കൊണ്ടുപോവാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു ധാരണയാണ് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും.
ഓക്കെ, ഓൾ ഗുഡ്, ഫൈൻ ഫൈൻ. ഓക്കെ, നൗ ഇവിടെ നോക്കിക്കേ, പേപ്പർ 1 ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിമിലർലി പേപ്പർ 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, വി ഹാവ് ടു റൈറ്റ് വാട്ട് PYQs. PYQs നമ്മൾ ആൻസർ ചെയ്യണം. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊന്ന് ഓർമ്മയിൽ ഉണ്ടാവുക. അത് എങ്ങനെ ആൻസർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഞങ്ങൾ സാർ പ്രിലിംസിന് ഫുള്ള് പഠിച്ചിട്ടുണ്ടായിരുന്നു. എമിനന്റ് PSൽ തന്നെ പഠിച്ച പലരും ഈ സെഷനിലുണ്ട്. കൺഗ്രാറ്റുലേഷൻ ദാറ്റ് യു വിൽ ബി ക്ലിയർ ഇൻ ദി പ്രിലിംസ്. ഓക്കെ, ഇനി നിങ്ങൾ മെയിൻസിലോട്ട് പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി പോകണം. പക്ഷെ അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല പോലെ ഒബ്സർവ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോസി ജുഡീഷ്യൽ ഫങ്ഷൻസ്? കോസി ജുഡീഷ്യൽ ഫങ്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്? ഇതൊക്കെ നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്ന സമയത്ത് എന്തായിരിക്കും, വളരെ ബേസിക് ആയിട്ട് അക്കോർഡിംഗ് ടു ദ നാച്ചുറൽ ജസ്റ്റിസ് വി ആർ റണ്ണിങ് ദിസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും പറയാം. അല്ലാതെ അതിന്റെ ഇൻഡെപ്ത് കോണ്ടന്റിലോട്ടോ അതിന്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സോ പലപ്പോഴും നമ്മൾ ടച്ച് ചെയ്യാറില്ല. പക്ഷെ വെൻ യു കം ടു മെയിൻസ്, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പഴശ്ശി റിവോൾട്ട് ഇൻ ദ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് ഓഫ് കേരള. ഇത് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഴശ്ശിയുടെ കലാപത്തിന്റെ ഇന്ന ഭാഗങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇറ്റ്സ് എ വാട്ട്, ഇറ്റ്സ് എ ഒരു ട്രൈബൽ റിവോൾട്ട് ഉണ്ട് അതിന്റെ അകത്ത്. അതായത് ട്രൈബൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പെസന്റ് മൂവ്മെന്റ് ഉണ്ട്, അല്ലെ? പിന്നെ ഓൾ കമ്മ്യൂണിറ്റി, ഓൾ കാസ്റ്റ് ആൻഡ് വാട്ട് റിലീജിയൻ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെ ഉണ്ടായിരുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻസ് അതിൽ കിടപ്പുണ്ട്. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ക്ലാസിന്റെ അകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ആൻസർ റൈറ്റിംഗ്, നമുക്ക് അത് എന്ത് ചെയ്യണം, കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരിക. അതായത് നിങ്ങൾ കേവലം പ്രിലിംസ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മെയിൻസ് നിങ്ങൾക്ക് നല്ലോണം എഴുതാൻ പറ്റിക്കോണം എന്നുണ്ടാവില്ല. അൺലെസ് യു ആർ ഗോയിങ് ടു ഹാവ് എ ക്ലിയർ കട്ട് പ്രാക്ടീസ് ഓഫ് ദ പോയിന്റ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ഇല്ലാതെ മെയിൻസിൽ ഇന്നേ വരെ ഒരു പരീക്ഷയ്ക്ക് ഒരാളും വിജയിച്ചിട്ടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രാക്ടീസ് സംതിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇവിടെ പേപ്പർ 2 ഞാൻ കാണിച്ചു തന്നു. പേപ്പർ 3 നോക്കിക്കേ, ഇതൊരു കോൺസെപ്റ്റ് ഇവിടെ പേപ്പർ 3 കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ വിസിയസ് സർക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. എക്കണോമിയിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിക്കേ, പോയിന്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്. ഇത് എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കിട്ടാത്തുണ്ടാവും. എല്ലാ ഏരിയാസും സിലബസിലെ എല്ലാ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും ഞാൻ പറയുന്ന നിങ്ങൾക്കുള്ള ടേക്ക് അവേ ഇത്രയേ ഉള്ളൂ. സിലബസിലെ എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെയും കോൺസെപ്ച്വൽ ലേണിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ കോൺസെപ്ച്വൽ ലേണിംഗ് നിങ്ങൾ പവർഫുൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ, ഡെഫിനറ്റ്ലി ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റും. ആൻഡ് ഈച്ച് ആൻഡ് എവറി റൈറ്റിംഗ് വിൽ ബി ഗിവിംഗ് യു സെർട്ടൻ ആഡ് ഓൺ മാർക്ക്. ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് 100 മാർക്കിനാണെന്ന് വിചാരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതില് ഏകദേശം ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു 90 മാർക്ക് കിട്ടുമായിരിക്കും? നെവർ. കിട്ടില്ല, കിട്ടില്ല. നിങ്ങൾക്ക് ഇതിലൊരു 60-70 കിട്ടിയ നിങ്ങൾ രാജാവാ. അതിന് എന്ത് വേണം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്നും ഓരോ വാലിഡേറ്റിംഗ് പോയിന്റ് കിട്ടണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, നിങ്ങൾ അത്യാവശ്യം പഠിച്ചു, പക്ഷേ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് വരെയാണ് ആൻസർ ചെയ്യാൻ പറ്റിയത്. ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് നിങ്ങൾ അത്രയാണെന്ന് വിചാരിക്കുക, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വേറൊരാള് ഇത് മുഴുവനും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അയാൾ ആൻസർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോയിട്ടുള്ള മാർക്ക് 40-ഉം അയാൾക്ക് 44-ഉം ആണെന്നുണ്ടെങ്കിൽ ഹൈ ചാൻസ് ഫോർ ഹിം ടു ക്ലിയർ ഇൻ ടു സർവീസ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്വസ്റ്റ്യനും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, സിലബസിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങള് അതിന്റെ കോൺസെപ്ച്വൽ ലേണിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. ഉണ്ടാക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. കാരണം എന്താണ്, നമ്മുടെ മുമ്പിൽ എന്നാ എക്സാം വരുന്നത്? October 17, 18 അല്ലെ? നോക്കിക്കേ, ജൂൺ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇല്ല, 8 ഒരാഴ്ച കൂടെ ഉണ്ട്. എന്നാലും
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം നമ്മുടെ കയ്യിൽ പവർഫുൾ ആയിട്ടില്ലേ? ഒരു 3.5 മാസം സമയം നമ്മുടെ കയ്യിലുണ്ട്. അതായത് 100+ ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ 100+ ഡേയ്സിനെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം? നമുക്ക് പഠിക്കുന്ന എത്ര സബ്ജക്റ്റ് ഉണ്ട്? ഒന്ന് പക്ക ഹിസ്റ്ററി ആണ് വരുന്നത്. 2 നിങ്ങൾക്ക് പൊളിറ്റി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോർഷൻസ് ആണ്. പിന്നെ ജോഗ്രഫി ആൻഡ് എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിക്ക് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷനും ഈ ലേണിങ്ങും നിങ്ങൾക്ക് 2026 നടക്കുന്ന UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താ? സിലബസ് ഏകദേശം സെയിം ആണ്. ആ കേരള ടോപ്പിക്സ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ബെനിഫിറ്റും. ഇനിയുള്ള ചോദ്യം എങ്ങനെ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സിലബസും ക്വസ്റ്റ്യൻ വരുന്ന രീതികളും ഏകദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കട്ട് ഓഫിന്റെ കാര്യത്തിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. ഫ്രം ദ വെരി ഡേ ഓഫ് ദ എക്സാമിനേഷൻ ഇറ്റ് സെൽഫ് പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ട്. മേ ബി റിസൾട്ട് ഒരു പക്ഷേ വിത്തിൻ 3 or 4 വീക്സിനുള്ളിൽ വന്നേക്കാം. പക്ഷെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് സമയം കളയേണ്ടതില്ല. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കട്ട് ഓഫ് ഏകദേശം പ്രഡിക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാകും. എങ്കിൽ പോലും നിങ്ങൾ ഏകദേശം വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ്സ് എ പ്രഡിക്ഷൻ ഓൺലി കേട്ടോ. ഒരു പ്രഡിക്ഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു 80-85 ഒരു റേഞ്ചിലേക്കൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ സ്ട്രീം 1 വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഒരു 80 എബോവ് മാർക്കുള്ള ആൾക്കാർ എന്തായാലും പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക. അതേസമയത്ത് സ്ട്രീം 2 ആൾക്കാർ ഒരു 70 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യുക. സ്ട്രീം 3 ഒരു 65 മുകളിൽ മാർക്ക് ഉണ്ടോ, എന്തായാലും പ്രിപ്പറേഷൻ നടത്തുക. കാരണം സ്ട്രീം 3ക്കും സ്ട്രീം 2നും കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്ട്രീം 1 ഹൈ കോമ്പറ്റീഷനും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർ ആരാണ്, ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഗെറ്റ് ഇൻ ടു ദ റിസൾട്ട്, ഗെറ്റ് ഇൻ ടു ദ സർവീസ്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പ്രിപ്പറേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നോക്കിക്കേ, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ കുറച്ച് സപ്പോർട്ടിങ് മെക്കാനിസം, എങ്ങനെയാണ് എമിനന്റ് PSC നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നോക്കിക്കേ, KSന്റെ എഴുത്ത് കളരി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഇവന്റ് ആണ്. ഓൾറെഡി കഴിഞ്ഞ KSലെ എഴുത്ത് കളരി 1.0 ആയിരുന്നു. ഇത് 2.0 ആണ് വരുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിസ്കസ് ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് വിജയനഗര എംപയർ ബിയോണ്ട് ടെമ്പിൾ ആർക്കിടെക്ചർ. ടെമ്പിൾ ആർക്കിടെക്ചർ അല്ലാത്ത ബാക്കി എന്തൊക്കെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് വിജയനഗരയിൽ പറയാനുണ്ട്? അപ്പൊ പിന്നെ ആൻസറിൽ പോയിട്ട് വിട്ടലസ്വാമി ടെമ്പിൾ, വിരുപക്ഷ ടെമ്പിൾ എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ബിയോണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? അപ്പൊ അതിന് നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന എഴുത്ത് പ്രാക്ടീസ് ഇങ്ങനെയാണ്. അവിടെ നോക്കി ആൻസർ കീയിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊമോഷൻ ഓഫ് ലിറ്ററേച്ചർ അതിൽ വരണം, ക്ലാസിക്കൽ മ്യൂസിക്കും ഡാൻസും വരണം. ഓക്കെ, ദെൻ ടെമ്പിൾ ടൗൺസിന് സപ്പോർട്ട് ചെയ്യുന്ന അതർ മെക്കാനിസംസ് വരണം. അപ്പൊ അതിൽ നോക്കിക്കുക, ഇതാണ് കീയിൽ വരുന്ന കുറച്ച് കാര്യം. ഇനി എങ്ങനെ എഴുതണം? ഇവര് 3 ക്രിസ്പ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതുന്നതായിരിക്കും നന്നാവും. ഇത് പ്രൊവൈഡഡ് സ്പേസ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 ലൈൻ ഇൻട്രൊഡക്ഷൻ വിജയനഗരം പറയുമ്പോൾ വിജയനഗരം എപ്പോഴുണ്ടായിരുന്നുള്ളത് ബ്രാക്കറ്റിൽ എപ്പോഴെങ്കിലും ഒരു 14th and 16th 17th സെഞ്ചുറി എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ആൻഡ് സ്പേസ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബുള്ളറ്റ് വെച്ചിട്ട് പോയിന്റുകളാണ്ട് നേരെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിനാണ് മാർക്ക് കിട്ടുക. നിങ്ങൾ 3 മാർക്കിന് നിങ്ങൾക്ക് 5 വരെയുള്ളൂ വിചാരിക്കുക, നിങ്ങൾ 2-3 പോയിന്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത് 1 മാർക്കായിരിക്കും ആ ഒരൊറ്റ ക്വസ്റ്റ്യന്. പക്ഷെ ആ 1 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും യു ഹാവ് ടു റൈറ്റ്. എങ്ങനെ എഴുതണം? ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പോലെ ഈ സ്പേസിന്റെ അകത്ത് എഴുതണം. ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തോട്ട് പോകരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ഈ ഒരു ബോക്സിന്റെ അകത്താണ് നിങ്ങൾ ഇത് ആൻസർ ചെയ്തേണ്ടത്. നിങ്ങൾ ദയവ് ചെയ്ത് ബോക്സിന്റെ പുറത്തോട്ടും പോകാൻ പാടില്ല. ഇവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ വിചാരിച്ച് കുറച്ചൊരു വരി ഇവിടെ എഴുതാനും നിൽക്കരുത്. ഓക്കെ, വിത്തിൻ ദാറ്റ് ബോക്സ് ഇറ്റ് സെൽഫ് യു ഹാവ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഇതിന്റെ പ്രത്യേകത, ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ആൻസർ കീ തരുന്നുണ്ട്, എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. ലിറ്ററേച്ചറും കാര്യങ്ങളും, ഹരിദാസ മൂവ്മെന്റ്, ഭക്തി മൂവ്മെന്റിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള. അതേ സമയത്ത് മോഡൽ ആൻസർ വരെ തരുന്നുണ്ട്. സാധാരണ മോഡൽ ആൻസേഴ്സ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ബട്ട് വി ആർ ഗിവിംഗ് ആസ് എ മോഡൽ ആൻസർ. ഡെഫിനറ്റ്ലി ഇപ്പോ ഫൈസലും ജെയ്സൺ ഒക്കെ എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആയിരിക്കും നിങ്ങളുടെ പ്രസന്റേഷൻ വരുന്നത്. ബട്ട് യു ക്യാൻ ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദിസ് വൺ. ഇവിടെ നോക്കിക്കേ, വിജയനഗര എംപയർ ഇസ് എ കൾച്ചറൽ ഹബ് fostering multilingual literary growth in Kannada, Telugu, Sanskrit and Tamil. Is patronage of Haridasa movement, Bhakti movement ആണ്.
enriched this devotional music and Bhakti literature. Drama and dance forms like Yakshagana flourished under royal support. City planning and water tanks reflected civilizational ingenuity. Foreign travelers recorded its cosmopolitan court culture. കണ്ടോ ഇവിടെ ഏകദേശം ഇത്ര എഴുതി. ഇത് നമ്മൾ സാധാരണ എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പോയിന്റ്സ് വിടണം. നോക്കി 1, 2, 3, 4 പോയിന്റ് മിനിമം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മിനിമം 3 എണ്ണെങ്കിലും എഴുതണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കീയും എങ്ങനെ എഴുതണം എന്നുള്ളതും അതിന്റെ കൂട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള മോഡൽ ആൻസേഴ്സും 5 ലൈൻ്റെ കണ്ടോ, 5 ലൈൻ്റെ അകത്ത് നിങ്ങൾ എഴുതേണ്ടതിന്റെ മോഡലും തരും. ഈ രീതിയിൽ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കുക. അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ഹൗ ഹാസ് ദ സുപ്രീം കോർട്ട് ഇന്റർപ്രറ്റഡ് ഇറ്റ്? ദിസ് വൺ. അപ്പൊ അതിൽ ഷിരൂർ മഠ് കേസ് എന്ന് പറയുന്ന ഒരു 954 കേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിന്റെ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്ലസ് അതിന്റെ ഒരു മോഡൽ ആൻസറും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു സിംഗിൾ പോയിന്റ് ഓഫ് റിസോഴ്സ് ആണ് എമിനന്റ് PSCയുടെ KS മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആയിട്ടുള്ള എഴുത്ത് കളരി 2.0. ഇത് നിങ്ങൾ വളരെ റിലീജിയസ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയാണ് വളരെ റിലീജിയസ്ലി ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് പ്രിലിംസ് നിങ്ങൾ പാസ്സാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും, ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മിസ്സാക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന ടെസ്റ്റ് സീരീസ് അനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ KS മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. കാരണം നിങ്ങൾക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റിയിട്ടുണ്ടാകും ആൻഡ് വെൽ റിട്ടൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മുടെ ഡിസ്കഷൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ചാറ്റ് ബോക്സിൽ പഞ്ചായത്ത് ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. സ്ട്രീം 2ഉം 3ഉം കാര്യല്ലേ? ഓക്കെ, നിങ്ങൾ ഡിസ്കഷൻ നടത്തും. ഞാനിവിടെ മെയിൻസ് എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ കൊടുക്കാം. ഫൈൻ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് KSന്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആയിട്ടുള്ള എഴുത്ത് കളരി 2.0 നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് ഒരു സിലബസ് ഡിസ്കഷൻ കൂടിയാണ്. നിങ്ങൾക്കുള്ള ഒരു സിംഗിൾ പോയിന്റ് ഓഫ് സ്റ്റഡി റിസോഴ്സ് കൂടിയാണ്, സ്റ്റഡി പ്ലാനർ കൂടിയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാനർ കിട്ടും. എല്ലാവരും മെയിൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഇതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. കാരണം അതിൽ സിലബസ് കൂടെ അതിൽ കവറപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾ നോക്കിക്കേ, ടെസ്റ്റ് 1 നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് June 24th, ദാറ്റ് ഈസ് ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പൊ അതിൽ കേരള ഹിസ്റ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ കണ്ടതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ആൻസർ റൈറ്റിംഗ് ഷീറ്റ് പ്രിന്റ് എടുക്കാൻ വേണ്ടി തരും. നിങ്ങൾ അത് പ്രിന്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഫില്ലപ്പ് ചെയ്തിട്ട് PDF ആയിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക. അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് എന്നുള്ളതൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കുക. 10 ക്വസ്റ്റ്യൻസ് മിനിമം ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3 to 4 days മാക്സിമം. അതിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഇവാലുവേഷൻ കിട്ടും. ഇവിടെ കണ്ടോ ഇവാലുവേഷൻ? ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഗുഡ് ആണോ, ബാഡ് ആണോ, വാട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നുള്ളത്. എന്നിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടലി ഇതിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ഓരോ യൂണിറ്റും നിങ്ങൾക്ക് അതിന്റെ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ ഓരോ ആൻസർ റൈറ്റിംഗ് ഷീറ്റും മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് പഠിക്കാനും പറ്റും. സിലബസിൽ എല്ലാ ഭാഗങ്ങളും കവറപ്പ് ചെയ്യാനും പറ്റും. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എനിക്കിത് അറിയാം എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ മെയിൻസ് എഴുതുന്നത് വ്യത്യാസമായതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തതയിലൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീയോട് കിട്ടുമ്പോൾ ചെയ്യും നിങ്ങളുടെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരു സിംഗിൾ റിസോഴ്സ് പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എഴുത്ത് കളരി 2.0. അതിൽ നിങ്ങൾക്ക് സിലബസിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗിന്റെ പോയിന്റ്സ് പ്ലസ് മോഡൽ ആൻസർ വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ KS പ്രിപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ June 24th 27 അടുത്തത് July 1 അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഈ ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കും ഡിസ്കഷനും കാര്യങ്ങളും പോകുന്നത്. അങ്ങനെ നോക്കിക്കേ, ടെസ്റ്റ് 7 ആയി. ഇവിടെ ടോട്ടലി
ഫൈനലി ലുക്ക് ഹിയർ. ഇവിടെ കണ്ടോ, ടെസ്റ്റ് 30 October 7th സമയത്ത് നടന്നു. പിന്നെ നിങ്ങൾക്ക് അതിനുശേഷം 3 ഫുൾ ടെസ്റ്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടോട്ടലി ഈ ടെസ്റ്റ് പ്രോഗ്രാം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 33 ടെസ്റ്റുകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ ഈ 33 ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് കേസ് കിട്ടുന്നില്ലേ? അതൊരിക്കലും പോസിബിൾ ആവുന്ന കാര്യമല്ല. നിങ്ങൾ വളരെ കാരണം സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് വൺ. ഫൈൻ. പിന്നെ ഇന്റർവ്യൂ കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ 33 ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ 30 സബ്ജക്ട് വൈസ് ടെസ്റ്റ് ആണ്, കാണിച്ചത് പോലെ 3 ഫുൾ ലെങ്ത് ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അലോങ് വിത്ത് കറണ്ട് അഫയേഴ്സ്. കാരണം കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളും ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് അനാലിസിസും കാര്യങ്ങളും വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആൻസർ കീൻ്റെ ആസ് വെൽ ആസ് മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഇതിന്റെ കൂട്ടത്തിൽ ഈ KS മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എമിനന്റ് PSC തയ്യാറാക്കിയിട്ടുള്ള KSന്റെ കേരള മൊഡ്യൂൾസിന്റെ ബുക്സ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കീപ് ഇറ്റ് ദാറ്റ് അലോങ് വിത്ത് യു. കിട്ടാത്തവർക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം മറ്റന്നാളെയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ അഷ്യൂർഡ് ആണ്, ഏകദേശം നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ഏകദേശം നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനി ഒട്ടും ലേറ്റ് ആക്കരുത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഇതിന്റെ ഫീ വരുന്നത് ദാറ്റ് ഈസ് 10K ആണ്. 10,000 ആണ് ഫീസ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റ് സീരീസിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് വി ആർ പ്രൊവൈഡിങ് ദിസ് ജസ്റ്റ് അറ്റ് 7,500. 7,500 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓഫറിൽ ഇത് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കേരള മൊഡ്യൂൾസിന്റെ പുസ്തകം എല്ലാം ലഭ്യമാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ KSന്റെ മെയിൻസ് നല്ലപോലെ പ്രിപ്പറേഷൻ നടത്തി ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ യു ഫൈൻഡ് ആൻഡ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, പക്ഷെ ദിസ് ഈസ് ദ സംതിങ് ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ഫോർ യു. ഇതിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ ആൻസേഴ്സും വരുന്നുണ്ട്, ഫീഡ്ബാക്ക് മെക്കാനിസം വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ റിസോഴ്സ് പോയിന്റ് ആയിട്ടാണ് KS മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമായിട്ടുള്ള എഴുത്തുകളരി 2.4 നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 10K ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. ഇപ്പൊ നിലവിൽ ലോഞ്ചിങ് ഓഫറിന്റെ ഭാഗമായിട്ട് യു ക്യാൻ ജോയിൻ അറ്റ് 7,500 എന്നുള്ള രൂപത്തിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ, നമ്മുടെ ഈ ഡിസ്കഷന്റെ ചാറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് രജിസ്റ്റർ ദ. ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഇനി റിസൾട്ട് വന്നിട്ട് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ ഡിലേ ആകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ ജൂലൈ 15-ന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് 7 ആയി. അപ്പൊ നിങ്ങൾക്ക് അത്രയും പെൻഡിങ് വരും. അപ്പൊ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, യെസ് KSന്റെ പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്യും വിത്ത് ദ വി പ്രെഡിക്റ്റഡ് സം കൈൻഡ് ഓഫ് കട്ട് ഓഫ്, റൈറ്റ്? അപ്പൊ അതിന്റെ അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു വാട്ട്, സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷെഡ്യൂളും കാര്യങ്ങളുമാണ്. ബാക്കി നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഫൈൻ. റിസൾട്ട് എന്ന് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് നോ കറക്റ്റ് ഇൻഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ട് പറയാറില്ല. ഫൈൻ. റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുമോ? ഓഫീസ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം. അതെങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫോർ ദ റെഫറൻസസ് ആൻഡ് സ്റ്റഡി തിങ്സ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെന്തൊക്കെ സംശയങ്ങളുള്ളത്? എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ മെയിൻസിന്? അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ 1 ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇതൊക്കെയാണ് വരുന്നത്. ഫൈൻ. പേപ്പർ 2 വരുമ്പോൾ പൊളിറ്റി ആസ് വെൽ ആസ് സയൻസ് ആൻഡ് ടെക്നോളജി. പേപ്പർ 3 വരുമ്പോൾ എക്കണോമി ആൻഡ് പ്ലാനിങ്, ജോഗ്രഫി. ഇതിലെല്ലാ സിലബസിൽ എന്താണ് സിലബസ് ഉള്ളത്? സിലബസിൽ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. എവിടെ നിന്നാണ് നമുക്ക് ചോദിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രൂപത്തിലോട്ടായിരിക്കും നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മീഡിയം ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം, പക്ഷെ ഇംഗ്ലീഷ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓൾറെഡി എമിനൻ പി എസ് സിയുടെ റിസോഴ്സസ് വാങ്ങിച്ചവരോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഉണ്ടായ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് കോൺടാക്ട് ദ ഓഫീസ് നമ്പർ ഫോർ ഫർദർ അസിസ്റ്റൻസ്. ലൈക്ക് കെ എസിന്റെ പ്രിലിംസ് മാത്രം ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകാം, കെ എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനത്തെ ആൾക്കാർ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഇൻഫർമേഷൻ കൂടുതൽ കളക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവും കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ്സസ് അല്ല, ഇത് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇത് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ആണ്. ഓക്കെ, സ്ട്രീം 2 സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ഫൈൻ ഫൈൻ. ആ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും ബേസ്ഡ് ഓൺ യുവർ റൈറ്റിംഗ്. നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാവും. എഴുതാതെ വന്നിട്ട് എനിക്ക് മെന്റർഷിപ്പ് തരുവെച്ച് കഴിഞ്ഞാൽ തരാൻ പറ്റില്ല. അങ്ങനെ തന്നെ പറയുന്നു കേട്ടോ. നിങ്ങൾ എഴുതുന്ന ആ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിന്റെ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, റിഗാർഡിംഗ് ദ മോർ മുമ്പത്തെ ക്ലാസ്സസിന്റെ റെക്കോർഡ് സെഷൻസിന്റെ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. സ്ട്രീം 1-ന് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിലാണ് പറയാറുള്ളത്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് എക്സാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ആർ സെയിങ് ദാറ്റ് നിങ്ങൾക്ക് ഒരു 80-85 ആ റേഞ്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് 85 എബോവ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. ദിസ് ഈസ് നോട്ട് ഫൈനൽ വൺ, ഐ റിപ്പീറ്റ്. നമുക്കൊരു പ്രഡിക്ഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങള് നമുക്ക് ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൻഡിങ്സ് വരും. ആൻസേഴ്സ് എഴുതിയിട്ടേ നിങ്ങള് നമുക്കിത് ആകെ ആൻസർ ചെയ്യാൻ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം വരുള്ളൂ. നമ്മൾ അതിനു മുമ്പ് പഠിച്ച് സെറ്റ് ആവുക എന്നുള്ളതാണ്. പഠിച്ച് സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് ആ ടോപ്പിക്ക് പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അഗ്രിമ പ്രിലിംസിന് 128 മാർക്ക് ഉണ്ട്, നല്ല മാർക്കാണ്. ഡെഫിനറ്റ്ലി പ്രിലിംസ് ക്ലിയർ ചെയ്യും. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് കേരള ടോപ്പിക്സിന് വളരെ നല്ലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കേ, എക്സാമിൻ ദ ഇവാലുവേഷൻ സ്ട്രക്ചറൽ ടെമ്പിൾസ് ഓഫ് കേരള ഫ്രം റോക്കറ്റ് ടെമ്പിൾസ് എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുണ്ട്. കേരള 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 ഇങ്ങനെ ഒരുപാട്, മലബാർ, കേരള കേരള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ടത് ഓഫീസ് നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സസിന്റെ റെക്കോർഡ്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാ സംശയങ്ങളും തീർക്കാൻ ഉള്ള ഒരു ഇൻഫോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ എനിക്ക് നിങ്ങളോട് ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ കെ എസിന്റെ മെയിൻസ് വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കേരള ബുക്സ് മലയാളത്തിലുണ്ടോ? ഇല്ല, ഇംഗ്ലീഷിലാണ് കേട്ടോ. നിങ്ങൾ ഈ മലയാളത്തിൽ എക്സാം എഴുതുന്ന ആൾക്കാര് പോസിബിളി പറ്റുമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ജസ്റ്റ് എ സെക്ഷൻ. ഓക്കെ, ഞാൻ പറയായിരുന്നു, നിങ്ങൾ എഴുതുന്ന ആൾക്കാർ ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാര്യം എന്താ വെച്ചാൽ സ്പേസ് മാനേജ്മെന്റിൽ നമുക്ക് പോയിന്റ്സ് പെട്ടെന്ന് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിരിക്കും, പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇനി അതേസമയത്ത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. സോ ദിസ് ഈസ് ഹൈ ടൈം ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ വിത്ത് എമിനന്റ് PSC ഫോർ ദിസ് കേസ് മെയിൻസ് എഴുത്ത് കളരി 2.0. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് ടെസ്റ്റ് സീരീസും എങ്ങനെയാണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആൻസർ കീ, മോഡൽ ആൻസേഴ്സ് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സെഷനിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡ് സെഷൻ വാങ്ങിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് KSന്റെ മെയിൻസ് എന്താന്നുള്ളതിന്റെ ഒരു ടോട്ടൽ പിക്ചർ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ PYQs കമ്പിനേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ, ഐ വിൽ ബി ട്രൈങ് ടു ആൻസർ യു. ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ ചാറ്റിൽ ഐ ഹാവ് പോസ്റ്റഡ് ദിസ് ഇൻട്രസ്റ്റഡ് പീപ്പിൾസ് മെസ്സേജ്, രജിസ്ട്രേഷൻ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ രജിസ്ട്രേഷൻ നടത്തുക. ഓഫീസ് നമ്പറുമായിട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കിയുള്ള സംശയങ്ങൾ ഉണ്ടല്ലോ, മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള എന്തെങ്കിലും ഉണ്ടോ, ഫീ റിഡക്ഷൻ ഉണ്ടോ, അതോ
എങ്ങനെയാണ് മെറ്റീരിയൽസ് ലഭ്യമാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, ആക്സസ് എങ്ങനെയാണ് ക്ലാസ്സസിന്റെ കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ എല്ലാവരും നല്ലപോലെ തന്നെ പ്രിപ്പറേഷൻ നടത്തുക. 3 മാസം സമയം ഇപ്പോൾ ഉണ്ട്, നല്ല സമയമാണ്, ലേറ്റ് ആക്കണ്ട. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ജോയിനിങ് ടുഡേസ് ഡിസ്കഷൻ. വി ആർ വൈൻഡിങ് അപ്പ്. ദാറ്റ്സ് ഓൾ.